ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി ലെവൽ മെയിൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ആണ്. ആർട്സ് ആണ് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം. ചുവടെ പറയുന്ന പരമ്പരാഗത കലകളുടെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത് ഏത്? അപ്പൊ അതായത് ശരി അല്ലാത്ത. നമ്പൂതിരി ബ്രാഹ്മണരുടെ ഇടയിൽ പ്രചാരണത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് ഐവർ കളി. ഗൊപ്പിയാളം എന്ന കലാരൂപം കേരളത്തിലേക്ക് എത്തിയത് ആന്ധ്രാപ്രദേശിൽ നിന്നും ആണ്. പാലക്കാട് അവതരിപ്പിച്ച് കാണുന്ന തോൽപ്പാവക്കൂത്തിന്റെ ഇതിവൃത്തം പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്നത് തമിഴ് കമ്പരാമായണത്തിൽ നിന്നും ആണ്. കാസർഗോഡ് കുമ്പളയിലെ പാർദി സുബ്ബ കവിയാണ് യക്ഷഗാനത്തെ പരിഷ്കരിച്ചത്. അപ്പൊ ഇത്രയും കണ്ടന്റ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പൊ താഴെ പറയുന്നവയിൽ സവിശേഷത അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. നമ്പൂതിരി ബ്രാഹ്മണരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് ഐവർ കളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള 3 പോയിന്റും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതാണ് ശരിയായിട്ടുള്ള കാര്യം. കാസർഗോഡ് കുമ്പളയിലെ പാർത്തി സുബ്ബ കവിയാണ് യക്ഷഗാനത്തെ പരിഷ്കരിച്ചത്. പാലക്കാട് അവതരിപ്പിച്ച് കാണുന്ന തോൽപ്പാവക്കൂത്തിന്റെ ഇതിവൃത്തം പ്രധാനമായിട്ടും കൈക്കൊണ്ടിരിക്കുന്നത് തമിഴ് കമ്പരാമായണത്തിൽ നിന്നും ആണ്. ഗൊപ്പിയാളം എന്ന കലാരൂപം കേരളത്തിലേക്ക് എത്തിയത് ആന്ധ്രാപ്രദേശിൽ നിന്നും ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് സവിശേഷത അല്ലാത്തത് എന്ന് പറഞ്ഞത്. അതിന്റെ റീസൺസ് എന്താണ്, പിന്നെ അത് കൂടാതെ ബാക്കിയുള്ള പോയിന്റുകളുടെയും ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾക്ക് നോക്കാൻ പോകുന്നത് യക്ഷഗാനം ആണ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് യക്ഷഗാനം പ്രചാരത്തിലുള്ളത്? കാസർഗോഡ് ജില്ലയിലാണ് യക്ഷഗാനം പ്രചാരത്തിൽ ഉള്ളത്. ബയലാട്ടം എന്നു പേരുള്ള കലാരൂപമാണ് യക്ഷഗാനം. ബയലാട്ടം എന്ന് പേരുള്ള കലാരൂപം ആണ്. കഥകളിയുമായി അടുത്ത ബന്ധമുള്ള കലാരൂപമാണ് യക്ഷഗാനം. സംഭാഷണത്തിന് പ്രാധാന്യമുള്ളതിനാൽ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നതും യക്ഷഗാനം ആണ്. അപ്പൊ യക്ഷഗാനത്തിനെ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നു. കഥകളിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് ഇതിന്. ബയലാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. കാസർഗോഡ് ജില്ലയിലാണ് ഇത് വരുന്നത്. ഇനി യക്ഷഗാനത്തിലെ പ്രധാനപ്പെട്ട വാദ്യ ഉപകരണങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇലത്താളം. ആ 3 നമ്മൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇലത്താളം എന്നിവയാണ് യക്ഷഗാനത്തിലെ പ്രധാനപ്പെട്ട വാദ്യ ഉപകരണങ്ങൾ. ചെണ്ട, മദ്ദളം, ഇലത്താളം. ഇപ്പൊ ഇതിന്റെ പിതാവ് പാർത്തി സുബ്ബയ്യൻ. ഇത് പ്രചാരത്തിൽ കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവരാമ കാരന്ത് ആണ്. ഇത് പ്രചാരത്തിൽ കൊണ്ടുവന്ന കവി. പിതാവ് പാർത്തി സുബ്ബനാണ്. പ്രചാരത്തിൽ കൊണ്ടുവന്ന കവി ശിവരാമ കാരന്ത്. രാമായണം, മഹാഭാരതം എന്നീ കൃതികളെ അവലംബമാക്കിയിട്ടാണ് ഈ പറയുന്ന യക്ഷഗാനം അവതരിപ്പിക്കുന്നത്. രാമായണം, മഹാഭാരതം എന്നീ കൃതികളെ അവലംബമാക്കി അവതരിപ്പിക്കുന്നതാണ് യക്ഷഗാനം. ഇനി നമ്മുടെ ക്വസ്റ്റിനകത്ത് ഗൊപ്പിയാളം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നല്ലോ. ഈ ഗൊപ്പിയാളം എന്നത് കാലവർഷം വൈകുമ്പോൾ മഴ പെയ്യുന്നതിനായി പാലക്കാട് ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ സ്ത്രീകൾ നടത്തി വരുന്ന ഒരു പരമ്പരാഗത അനുഷ്ഠാനമാണ് ഗൊപ്പിയാളം എന്ന് പറഞ്ഞത്. ഗൊപ്പിയാളം എന്നത് കാലവർഷം വൈകുമ്പോൾ മഴ പെയ്യുന്നതിനായി പാലക്കാട് ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ സ്ത്രീകൾ നടത്തി വരുന്ന ഒരു പരമ്പരാഗത അനുഷ്ഠാനം ആണ്. ഇനി നമ്മൾ ഐവർ കളിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ഐവർ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാണ്ഡവന്മാർ 5 പേരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പൊ ഇതിനെ പാണ്ഡവർ കളി എന്നും ഐവർ നാടകം എന്നും തട്ടിന്മേൽ കളി എന്നും കണ്ണിൽ കുത്തിക്കളി എന്നും ഒക്കെ ഇതിന് പേരുണ്ട്. ഈ ഐവർ കളിക്ക് പേരുണ്ട്. പാണ്ഡവർ കളി, ഐവർ നാടകം, തട്ടിന്മേൽ കളി, കണ്ണിൽ കുത്തുകളി എന്നിങ്ങനെയൊക്കെ പേരുണ്ട്. കാളി ഭക്തനായ കർണനെ പാണ്ഡവർ വധിച്ചതറിഞ്ഞ് രൗദ്രവേഷം പൂണ്ട് പാണ്ഡവരെ നശിപ്പിക്കാൻ പുറപ്പെട്ട ഭദ്രകാളിയെ തൃപ്തിപ്പെടുത്താൻ ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് ഉപദേശിച്ചു കൊടുത്താണ് ഈ അനുഷ്ഠാനം എന്ന് ഐതിഹ്യം ഉണ്ട്. കാളി ഭക്തനായിട്ടുള്ള കർണനെ പാണ്ഡവർ വധിച്ചതറിഞ്ഞ് രൗദ്രവേഷം പൂണ്ട് പാണ്ഡവരെ നശിപ്പിക്കാൻ പുറപ്പെട്ട ഭദ്രകാളിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പാണ്ഡവർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ അനുഷ്ഠാനം എന്ന്. അത് റിലേറ്റ് ചെയ്ത് ചോദ്യം വന്നാൽ ഏത് കളിയാണ്? ഐവർ കളിയാണ്, പാണ്ഡവർ കളിയാണ്, ഐവർ നാടകം, തട്ടിന്മേൽ കളി. ഇതൊക്കെ എന്താണ്? ഭദ്രകാളിയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള കീർത്തനങ്ങൾ ഒക്കെ അടങ്ങിയിരിക്കുന്ന സംഭവങ്ങൾ എല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഐവർ കളിയിൽ.
ഇനി രാമായണ ഭാരത ഇതിഹാസ കഥകളെ ആസ്പദമാക്കി രചിച്ചിട്ടുള്ള ഒളരിക്കരപ്പാട്ട്, നമ്പോർക്കാവിലെ പാട്ട് തുടങ്ങിയ ഏറെ ജനപ്രീതി നേടിയ ഐവർ കളി പാട്ടുകളാണ്. അപ്പം നിങ്ങൾക്കറിയാം, ചില ചോദ്യ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ആർട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത് ചോദിക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് മാക്സിമം പോയിന്റുകളൊക്കെ ജസ്റ്റ് വായിച്ചു വിടുക. നിങ്ങളിതൊന്നും കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട കാര്യം ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. രാമായണ ഭാരത ഇതിഹാസങ്ങളെ ആസ്പദമാക്കി രചിച്ചിട്ടുള്ള ഒളരിക്കരപ്പാട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഐവർ കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്പോർക്കാവിലെ പാട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഐവർ കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഒളരിക്കരപ്പാട്ടും നമ്പോർക്കാവിലെ പാട്ടും ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഐവർ കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ പേര് വന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് കർണനെ അതായത് പാണ്ഡവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഭദ്രകാളിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കീർത്തനം പോലെയൊക്കെ ശ്രീകൃഷ്ണൻ ഇവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. അതിനനുസരിച്ച് ഇവര് ചിട്ടപ്പെടുത്തിയ ഒരു അനുഷ്ഠാനം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ ഐവർ കളി എന്ന് പറയുന്നത്. ഈ ആശാരി, മൂശാരി, കരുവാൻ, തട്ടാൻ, വേലക്കുറപ്പ് തുടങ്ങിയ 5 കൂട്ടർ, അതുകൊണ്ടാണ് ഈ പേര് വന്നെന്ന് ഒരു ഐതിഹ്യം ഉണ്ട്. അപ്പൊ അതായത് ആശാരി, മൂശാരി, കരുവാൻ, തട്ടാൻ, വേലക്കുറുപ്പ് എന്നീ 5 കൂട്ടർ പാടിക്കളിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം പേർ വന്നെന്നും പറയുന്നുണ്ട്. ഐങ്കുടി കമ്മാളന്മാർക്ക് പുറമെ വേട്ടുവരും കണിയാന്മാരും ഈ പറയുന്നത് കളിക്കുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ ഈഴവരും ഈ കളി നടത്തുന്നുണ്ട്. അപ്പൊ ഐവർ കളി എന്ന് പറയുന്ന സംഭവം നമ്മളുടെ ചോദ്യത്തിനകത്ത് വന്നിരുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് നമ്പൂതിരി ബ്രാഹ്മണരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് ഐവർ കളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല. അപ്പൊ അതായത് ഈ ഐവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ്? ആശാരി, മൂശാരി, കരുവാൻ, തട്ടാൻ, വേലക്കുറപ്പ്, അതായത് കല്ലാശാരി തുടങ്ങി 5 കൂട്ടർ പാടി കളിക്കുന്നത് കൊണ്ടാണ് ഐവർ കളി എന്ന് പറഞ്ഞത്. ഇനി ഇവർക്ക് പുറമെ വേട്ടുവരും കണിയാന്മാരും ഇത് കളിക്കുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ ഈഴവരും ഈ ഒരു കളി നടത്താറുണ്ട്. തോൽപ്പാവക്കൂത്തിന് അടുത്ത ഒരു കാറ്റഗറിയാണ്. തോൽപ്പാവക്കൂത്തിന് തമിഴ് സാഹിത്യകൃതിയായ കമ്പരാമായണം ഉപയോഗിക്കാൻ കാരണം ഈ കല ചിട്ടപ്പെടുത്തുന്ന കാലത്ത് കേരളത്തിൽ രാമായണം എന്നാൽ അത് കമ്പരാമായണമായിരുന്നു. അന്ന് എഴുത്തച്ഛന്റെ രാമായണം പ്രചാരത്തിൽ എത്തിയിരുന്നില്ല. അപ്പൊ തോൽപ്പാവക്കൂത്ത് തമിഴ് സാഹിത്യകൃതിയായ കമ്പരാമായണം ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ നമുക്ക് എന്തില്ലായിരുന്നു? എഴുത്തച്ഛന്റെ രാമായണം അവൈലബിൾ ആയിരുന്നില്ല. ഇത് അവതരിപ്പിക്കുന്ന തമിഴ് സമുദായക്കാരെ പുലവർ എന്നാണ് പറഞ്ഞിരുന്നത്. തമിഴിൽ ഇതിന്റെ അർത്ഥം പണ്ഡിതൻ എന്നാണ്. പുലവർ എന്ന വാക്കിന്റെ അർത്ഥം പണ്ഡിതൻ എന്നാണ് അർത്ഥം. ഒറ്റപ്പാലം താലൂക്കിലെ മനശ്ശേരിയിൽ ഈ കലാരൂപം അവതരിപ്പിക്കുന്നതിൽ പ്രസിദ്ധരായ ഒരു കുടുംബമുണ്ട്. പാലപ്പുറം, പുതുശ്ശേരി എന്നിവിടങ്ങളിലും തോൽപ്പാവക്കൂത്ത് സംഘങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ ഒറ്റപ്പാലം താലൂക്കിലെ മനശ്ശേരിയിൽ ഈ കലാരൂപം അവതരിപ്പിക്കുന്നതിൽ പ്രസിദ്ധരായ ഒരു കുടുംബമുണ്ട്. പാലപ്പുറം, പുതുശ്ശേരി എന്നിവിടങ്ങളിലും തോൽപ്പാവക്കൂത്ത് സംഘങ്ങളൊക്കെ പ്രവർത്തിച്ചു വരുന്നു എന്ന് ഓർത്ത് വെച്ചേക്കണം. ഇതിന്റെ പ്രമേയം എന്ന് പറഞ്ഞത് ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള രാമായണ കഥയാണ് തോൽപ്പാവക്കൂത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞത്. അതും ഓർത്തു വെച്ചിരിക്കണം. ഇത് മുഖ്യമായും കമ്പരാമായണത്തെ ആസ്പദമാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചില കൂത്തുമാടങ്ങളിൽ എത്ര ദിവസമാണ് ഈ പറയുന്ന തോൽപ്പാവക്കൂത്ത് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ദിവസമാണ്. 72 ദിവസം വരെ തുടർച്ചയായിട്ട് കൂത്തു നടക്കുന്ന ഒരു കാവാണ് മണ്ണൂർ കൈമ കുന്നത്ത് കാവ്. മണ്ണൂർ കൈമ കുന്നത്ത് കാവിൽ എത്ര ദിവസം തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്? 72 ദിവസമുണ്ട്. ഇനിയും പട്ടാമ്പി മുത്തശ്ശാർ കാവിൽ 43 ദിവസത്തെ കൂത്താണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് വരാനുള്ള ചാൻസ് ഹൈ ആണ്. സോ അതുകൊണ്ട് നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കണം. അതായത് നോർമലി ഒരു കൂത്തുമാടങ്ങളിൽ 7 ദിവസമാണ് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. ഇനി 72 ദിവസം തുടർച്ചയായിട്ട് കൂത്ത് നടക്കുന്ന ഒരു കാവാണ് മണ്ണൂർ കൈമ കുന്നത്ത് കാവ്. പട്ടാമ്പി മുത്താശ്വർ കാവിൽ എന്ന് പറഞ്ഞാൽ 43 ദിവസം. മണ്ണൂർ കൈമ കുന്നത്ത് കാവിലെ എന്താണ് 72 ഡേയ്സ്. 43 ഡേയ്സ് എവിടെയാണ്? പട്ടാമ്പി മുത്തശ്ശർ. 43 ഡേയ്സ് പട്ടാമ്പിയിലും മണ്ണൂറിൽ 72 ഡേയ്സും ആണ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് വരുന്നത്? ഈ തോൽപ്പാവക്കൂത്ത് നടക്കുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കമ്പരാമായണം. എന്തുകൊണ്ടാണ് ആ ഒരു ടൈമിൽ നമുക്കില്ലാഞ്ഞത്? ആ ഒരു ടൈമിൽ കമ്പരാമായണത്തിനെ ബേസ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നമ്മളുടെ എഴുത്തച്ഛന്റെ രാമായണം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത് ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള രാമായണ കഥയാണ്. ഇനി ഇതിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ആടൽപ്പറ്റ് എന്ന് പറയും. തോൽപ്പാവക്കൂത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ആടൽപ്പറ്റ് എന്ന് പറയും. ഇത് പൂർണ്ണമായും ചെന്തമിഴാണ്. തോൽപ്പാവക്കൂത്തിന് ഉപയോഗിക്കുന്ന പാട്ടുകളുടെ സമാഹാരമാണ്
ആടൽപ്പറ്റ്. ഇപ്പൊ ആടൽപ്പറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോൽപ്പാവക്കൂത്ത് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. ഇതിനകത്തൊരു 2000 ശ്ലോകങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചില പദ്യങ്ങൾ എവിടെയില്ല, കമ്പരാമായണത്തിൽ ഇല്ല. ചില പദ്യങ്ങൾ എവിടെയില്ല, കമ്പരാമായണത്തിൽ ഇല്ല. ഇനി ഇതിന്റെ അകമ്പടി വാദ്യങ്ങളാണ് എഴുപറ, ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം, കുഴൽ എന്നിവയാണ് അകമ്പടി വാദ്യങ്ങൾ. വിഘ്നേശ്വര സ്തുതിയോട് കൂടിയിട്ടാണ് ഈ ഒരു കൂത്ത് ആരംഭിക്കുന്നത്. തോൽപ്പാവക്കൂത്തിന്റെ ഇതിവൃത്തം എന്താണ്? അടൽപ്പറ്റ് ആണ്. ഇത് പൂർണ്ണമായിട്ടും ചെന്തമിഴാണ്. തോൽപ്പാവക്കൂത്തിന് ഉപയോഗിക്കുന്ന പാട്ടുകളുടെ സമാഹാരമായി ആടൽപ്പറ്റിൽ 2000 ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ചില പദ്യങ്ങൾ എവിടെയുണ്ട്, കമ്പരാമായണത്തിൽ ഒന്നുമില്ല. അപ്പൊ റീസൺ എന്തുകൊണ്ടാണ് ഈ തോൽപ്പാവക്കൂത്തിനെ കമ്പരാമായണവുമായിട്ട് കണക്ട് ചെയ്തെന്ന് പറഞ്ഞ ടൈമിൽ ഈ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് ക്രിയേറ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ കേരളത്തിൽ എഴുത്തച്ഛന്റെ രാമായണം ഇല്ലാത്തത് കൊണ്ട്, ഇത് രാമായണത്തിന്റെ കഥ ആയതുകൊണ്ടും നമ്മൾ ആ ഒരു ടൈമിൽ നമ്മുടെ രാമായണം എന്ന് വിചാരിച്ചിരിക്കുന്നത് കമ്പരാമായണം ആയതുകൊണ്ടുമാണ് ഈ തോൽപ്പാവക്കൂത്തിനെ കമ്പരാമായണവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇതിവൃത്തം എന്താണ്? ആടൽപ്പറ്റ് എന്നാണ് പറഞ്ഞത്. ആടൽപ്പറ്റ്. ഇപ്പൊ 2000 ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിനകത്ത് ചില പദ്യങ്ങളൊന്നും എവിടെയില്ല, കമ്പരാമായണത്തിലൊന്നും ഇല്ല. ഇതിന്റെ അകമ്പടി വാദ്യങ്ങൾ എഴുപറ, ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം, കുഴൽ എന്നിവയാണ് അകമ്പടി വാദ്യങ്ങൾ. വിഘ്നേശ്വര സ്തുതിയോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഡീപ്പ് ലെവലായിട്ട് നമ്മൾ ഓരോ കണ്ടന്റുകളും നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ പെയ്ഡ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ഡിഗ്രി മെയിൻസുമായി ബന്ധപ്പെട്ട ഇത് റണ്ണിംഗ് ആണ്. ഇതുപോലെ തന്നെ പുതിയ SCRTയുടെ കോഴ്സസ് നമുക്ക് സെപ്പറേറ്റ്ലി സോഷ്യൽ സയൻസിനും അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഐ ലവ് യു ഓൾ.